ഇത് ശിവരാത്രിയുടെ തലേ ദിവസം ഞാൻ എടുത്തു വെച്ച വീഡിയോ ആണ് കേട്ടോ. ശിവരാത്രിയുടെ അന്ന് മോൾക്ക് അരങ്ങേറ്റത്തിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ വീഡിയോ എടുക്കുന്നുണ്ട്. അന്നേരം അതിൻ്റെ ഭാഗമായിട്ട് അവർക്ക് ഒരേ ഡ്രസ്സും ഒക്കെ കോഡും ഒക്കെ ഉണ്ട്. അന്നേരം അതിന് വേണ്ടിയിട്ട് വാങ്ങിച്ച വളയും മാലയൊക്കെയാണ് അത്. പിന്നെ അത് വാങ്ങിക്കാൻ കയറി കേട്ടോ കടയിൽ. അത് മാത്രം വാങ്ങിക്കാൻ ഒത്തില്ല. ബാക്കി ഡ്രസ്സൊക്കെ ഞാൻ നേരത്തെ തയ്ച്ച് നിങ്ങളെ കാണിക്കാം കേട്ടോ. പിന്നെ ഞങ്ങൾ നേരെ വന്നത് എൻ്റെ വീടിനടുത്തൊരു ശിവക്ഷേത്രത്തിലാണ്. അവിടെ അന്നേരം വന്നപ്പോഴത്തേക്ക് ഒത്തിരി പരിപാടികളൊക്കെ കഴിഞ്ഞു പോയപ്പോൾ അവിടെ നാട്ടിലുള്ള എല്ലാവരുടെയും കുറേ ഡാൻസും പാട്ടും ഒക്കെ ഉണ്ടായിരുന്നു. കൈകൊട്ടിക്കളി, അങ്ങനെ ഒരുപാട് പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. ഇത് നമ്മുടെ അമ്പലം കേട്ടോ. ഞങ്ങൾ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് പിള്ളേരുടെ ഡാൻസ്, ഭരതനാട്യമൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് 2 കൈകൊട്ടിക്കളി അന്നേരത്തേക്ക് ഞങ്ങൾ വന്നപ്പോഴത്തേക്ക് കഴിഞ്ഞു പോയി. അതിനുശേഷം പിന്നെ ഒരു കൈകൊട്ടിക്കളിയും കൂടെ ഉണ്ടായിരുന്നു. അതാണ് ഈ കൈകൊട്ടിക്കളി കേട്ടോ. അടിപൊളി കൈകൊട്ടിക്കളിയൊക്കെ ആയിരുന്നു. എന്തൊരു എനർജറ്റിക് ആയിരുന്നെന്ന് അവരുടെയൊക്കെ പരിപാടി കാണാൻ. ഞാൻ സ്റ്റിച്ച് ചെയ്ത എൻ്റെ മോളുടെ ഡ്രസ്സ് ഇതിനകത്ത് ഉൾക്കൊള്ളിക്കാൻ കഴിഞ്ഞിട്ടില്ല. അതിൻ്റെ വീഡിയോ ഞാൻ ഉടനെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. എനിക്ക് ശിവരാത്രിയൊക്കെ ആയതുകൊണ്ട് സമയം കിട്ടാഞ്ഞത് കൊണ്ടാണ് കേട്ടോ. കുറച്ച് തിരക്കായി പോയതുകൊണ്ടാണ്. ഇനി ഇവരുടെ പെർഫോമൻസ് എന്ന് പറയുന്നത് ഒരു രക്ഷയില്ലാത്ത പെർഫോമൻസ് ആയിരുന്നു കേട്ടോ. എത്രമാത്രം എനർജറ്റിക് ആണെന്ന് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്ര എനർജറ്റിക് ആയിരുന്നു ഇവരുടെ പെർഫോമൻസ്. 1ലും 2ലും ഒക്കെ പഠിക്കുന്ന കുട്ടികൾ വരെ ഉണ്ടായിരുന്നു. തീരെ പൊടി കുഞ്ഞുങ്ങൾ വരെ ആദ്യം അവസാനം വരെ നിന്ന് ഒന്നേപോലെ കളിച്ച ഒരു പെർഫോമൻസ് ആയിരുന്നു. 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾ വരെ ഈ കൈകൊട്ടിക്കളിയുടെ ഭാഗമായിരുന്നു. പിന്നെ അവരുടെ പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ ആദ്യം അവസാനം വരെ ഒന്നേപോലെ നിന്ന് കളിച്ചു എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു മികവ് എന്ന് പറയുന്നത്. കൈകൊട്ടിക്കളി മാത്രമായിരുന്നില്ല, ഇടയ്ക്ക് ഇതുപോലുള്ള ചില വേഷവിധാനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. രാമൻ്റെ, കൃഷ്ണൻ്റെ, പിന്നെ അയ്യപ്പൻ്റെ, അങ്ങനെ ഒരുപാട് രൂപങ്ങളും അവരുടെ ഇടയ്ക്കിടയ്ക്ക് കാണിക്കുന്നുണ്ടായിരുന്നു. ഏതാണ്ട് ഒരു 3/4 മണിക്കൂറോളം ഉണ്ടായിരുന്നു അവരുടെ ആ പെർഫോമൻസ്. എനിക്കാണെങ്കിൽ നിന്ന് കാല് കഴിച്ചു. ഒരുപാട് നേരം നിൽക്കേണ്ടി വന്നു. ഇരിക്കാനൊന്നും സ്ഥലം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ താമസിച്ചല്ലേ വന്നത്. ശിവരാത്രിയുടെ തലേ ദിവസം ആ നാട്ടിലുള്ള കലാകാരന്മാരുടെ കലാവിരുന്നുകൾ പ്രദർശിപ്പിക്കാനുള്ളൊരു വേദിയാണ് ഈ വേദിയാണ്. പിന്നെ കൈകൊട്ടിക്കളിയുടെ അവസാന ഭാഗം തെയ്യത്തിൻ്റെ കോലം കെട്ടിയും ഫയർ കൊണ്ടുള്ള പരിപാടിയും ഒക്കെ ഉണ്ടായിരുന്നു. മൊത്തത്തിൽ ഒരു അടിപൊളി വൈബായിരുന്നു. നാളെ അതിരാവിലെ തന്നെ അരങ്ങേറ്റത്തിൻ്റെ ചെറിയൊരു വീഡിയോ എടുപ്പുള്ളത് കൊണ്ട് ഞങ്ങൾ പിന്നെ ഒരുപാട് നേരം അവിടെ നിന്നില്ല. നേരെ വീട്ടിലേക്ക് പോകും.